ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊരു അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് പൊട്ടറ്റോ 2 എടുത്തൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. 3 വിസിൽ വരണം കേട്ടോ. അപ്പോൾ മീൻ വൈൽ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് അതും കൂടി കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്തിട്ട് അതും കൂടി കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. മസാല പ്രിപ്പയർ ചെയ്യാനായിട്ട് 2 സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഒരു ചോപ്പറിലിട്ട് ഫൈനലി ചോപ്പ് ചെയ്യുക. ഒരു പാൻ എടുക്കുക, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് നല്ലോണം വഴറ്റുക. ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് കളർ മാറി ഒരു ഗോൾഡൻ യെല്ലോ കളർ ആവുന്ന ടൈമിൽ മസാലാസായ ഗരം മസാല, പെരിഞ്ചീരകം, കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്ത ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്ത് നല്ലോണം ബൈൻഡ് ചെയ്തെടുക്കുക. ബൈൻഡ് ചെയ്ത ശേഷം കട്ട്ലറ്റ് കുഞ്ഞ് റൗണ്ട് ഷേപ്പിലോട്ട് ആക്കുക. എഗ് വൈറ്റിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് മാറ്റി വെച്ച ശേഷം ഒരു കടായിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം കുഞ്ഞിലെ ഈവൻ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 90s കിഡ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് സ്നാക്സൊക്കെ ഉണ്ടെങ്കിലും മോസ്റ്റ്ലി ഹോംലി സ്നാക്സിനോടായിരുന്നു നമുക്കൊക്കെ ഇഷ്ടം. അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഈ കട്ട്ലറ്റ് എന്ന് പറയുന്നത് ഒരു നൊസ്റ്റാൾജി തന്നെയാണ്. എനിക്ക് വീട്ടിലിത് ഓഫറിലൊന്നും ഉണ്ടാക്കാറില്ല, പക്ഷേ ഇടയ്ക്കൊക്കെ അമ്മ ഇത് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് ഇത് കഴിക്കാനും. പ്രത്യേകിച്ച് ആ ടൈമിൽ കുഞ്ഞിലേക്ക് ആകുമ്പോഴത്തേനും കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കുന്നതായിരുന്നു ശീലം. പിന്നെ ആയപ്പോഴത്തേനും മനസ്സിലായി ഇതിന് കെച്ചപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇതൊരു അടിപൊളി ഐറ്റമാണ്, ഇതിന് വേറെ ഒരു കമ്പാനിയൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും അത് ഡീറ്റെയിൽ ആയിട്ട് കണ്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡു വാച്ച് ഇറ്റ്. ലിങ്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുക. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഓൾസോ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, കാരണം ഇതൊരു ഒന്നൊന്നര ഐറ്റമാണ്. അപ്പോൾ ഡു ട്രൈ ഇറ്റ് ആൻഡ് ഡു ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ്. താങ്ക് യു.